അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. ഇന്ന് പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ ഗർഭിണികൾ ഓതേണ്ട ദിക്റുകളും ദുആകളും ഏതൊക്കെയെന്നാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഖുർആൻ ഓതലായാലും ദിക്റുകളായാലും അതുപോലെ തന്നെ സ്വലാത്ത് ചൊല്ലുന്നതായാലും അധികരിപ്പിക്കേണ്ട ഒരു സമയമാണ്. ഈ ഒരു സമയത്ത് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യവും നമ്മളെ കുഞ്ഞ് അറിയുന്നതാണ്. അതുപോലെ തന്നെ സ്വാലിഹീങ്ങളായ കുട്ടിയെ തരണേ റബ്ബേ എന്ന് എപ്പോഴും ദുആ ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് നൽകുന്ന കുഞ്ഞിന് പിശാചിൻ്റെ ബാധ ഏൽപ്പിക്കല്ലേ. അങ്ങനെ പറഞ്ഞാൽ നമ്മൾ അറിഞ്ഞുകൊണ്ടായിരിക്കണം നമ്മളെ കുഞ്ഞ് വരുന്നത്. നമ്മൾ ഭർത്താവിൻ്റെ ഭാര്യയുടെയും അറിവോടുകൂടി ആയിരിക്കണം. ചിലർ പറയും അയ്യോ അത് പെട്ടുപോയതാണ്, അങ്ങനെ ആയിപ്പോയതാണ്, അങ്ങനെയൊക്കെ പറയുന്നതുണ്ട്. നമ്മൾ മനസ്സിൽ വിചാരിച്ചതില്ല അങ്ങനെയൊക്കെ പറയും. പക്ഷെ അങ്ങനെ ആവരുത്. അള്ളാഹുവിനോട് ചോദിച്ച് വാങ്ങണം. അങ്ങനെ വളരുമ്പോൾ നമ്മൾ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനോട് സ്നേഹം തോന്നും. ഒരു സ്ത്രീക്ക് അള്ളാഹു നൽകുന്ന മഹത്തായ ഒരു അനുഗ്രഹമാണ് ഗർഭിണിയാവുക എന്നുള്ളത്. ആ ഒരു ഗർഭിണിയായ സമയത്ത് എല്ലാ മാലാഖമാരും നമ്മുടെ മേൽ പശ്ചാത്താപിക്കും. അതുപോലെ തന്നെ നമ്മൾ ആ ഒരു സമയത്ത് ചെയ്യുന്ന ഓരോ സൽക്കർമ്മത്തിനും ഇരട്ടി പ്രതിഫലം നൽകും. അതുകൊണ്ട് തന്നെ ആ ഒരു സമയം നമുക്ക് ഒരുപാട് പ്രതിഫലം വാങ്ങിക്കൂട്ടാൻ പറ്റുന്ന ഒരു സമയമാണ്. നമ്മൾ 2 റക്അത്ത് സുന്നത്ത് നമസ്കരിച്ചാൽ ഗർഭിണിയല്ലാത്തവർ നിസ്കരിക്കുന്ന 80 റക്അത്തിൻ്റെ പ്രതിഫലമാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ തുടക്കം മുതൽ തന്നെ നമുക്ക് പ്രതിഫലം വാങ്ങാൻ പറ്റുന്ന ഒരു സമയമാണ് ഈ ഗർഭകാലം. അപ്പോൾ നമ്മൾ ഗർഭിണിയാണെന്ന് അറിഞ്ഞത് മുതൽ നമ്മൾ തുടങ്ങണം. അംഗവൈകല്യങ്ങളില്ലാത്ത സ്വാലിഹായ കുഞ്ഞ് ജനിക്കാൻ വേണ്ടി നമ്മളും വിചാരിക്കണം. നമ്മളും ആ ഒരു ദുആയും നമ്മൾ ദിക്റും പ്രസവരക്ഷയ്ക്ക് വേണ്ടി ചൊല്ലേണ്ട ദിക്റുകളും ദുആകളും ഒക്കെ ഓതി തുടങ്ങണം. ഇപ്പോൾ പ്രസവരക്ഷയ്ക്ക് വേണ്ടിയിട്ട് സൂറത്തു ഷംസ് ഓതുക. അതുപോലെ തന്നെ ഇൻഷിഖാക്ക്, അൽ ഹാക്ക എന്ന് പറയുന്ന സൂറത്ത്, ഈ ഒരു 3 സൂറത്ത് പ്രസവരക്ഷയ്ക്ക് വേണ്ടി ഓതേണ്ടത്. ആയിഷ റളിയല്ലാഹു അൻഹയോട് ഒരു യുവതി വന്ന് ചോദിച്ചു. 7 മാസം തികഞ്ഞ ഒരു യുവതി, അള്ളാഹുവിനെ ഓർക്കുന്ന ഹബീബിനെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടുന്ന ഒരു കുഞ്ഞ് വേണം എനിക്ക് ആയിഷ എന്ന് ചോദിച്ചപ്പോൾ, മോളായാലും ആണായാലും പെണ്ണായാലും അംഗവൈകല്യങ്ങളില്ലാത്ത നല്ല പരിപൂർണമായ സ്വാലിഹത്തായ ഒരു കുട്ടിക്ക് ജന്മം നൽകാൻ ആയിഷ റളിയല്ലാഹുവിനോട് എന്താണ് ഓതേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു കൊടുത്തത് 5-ാം മാസം മുതൽ ഇദാ ജാഅ നസ്റുല്ലാഹി എന്ന സൂറത്ത് ഓതാനാണ്. 6-ാം മാസം മുതൽ സൂറത്തുൽ മറിയം ഓതി തുടങ്ങുക. അതുപോലെ തന്നെ 7-ാം മാസം ഇന്നാ അഅ്തൈനാകൽ കൗസർ എന്ന സൂറത്ത് ഓതുക. ഈ ഒരു സൂറത്ത് ഓതുന്നതിലൂടെ പ്രവാചക സ്നേഹം വർദ്ധിക്കാൻ കാരണമാകും. 8-ാം മാസം സൂറത്തുൽ ഖദർ ഓതുക. അത് ഓതുമ്പോൾ നമ്മുടെ ഗർഭിണിയായ സ്ത്രീ അവളുടെ വയറിൽ കൈവച്ചുകൊണ്ട് ഓതണം. അങ്ങനെ ചെയ്യുമ്പോൾ ആ കുട്ടി വയറ്റിലുള്ള കുട്ടിക്ക് ഉമ്മയോടുള്ള സ്നേഹം വർദ്ധിക്കാൻ കാരണമാകും. അതുപോലെ തന്നെ 9-ാം മാസം മുതൽ സൂറത്തു യാസീൻ ഓതുക. സൂറത്തു യാസീൻ ഓതുന്നത് പ്രസവത്തിന് രക്ഷ കിട്ടാൻ ഏറെ സഹായിക്കുന്ന ഒരു സൂറത്താണ് സൂറത്തു യാസീൻ. 9-ാം മാസം സൂറത്തുൽ വാഖിയ അധികരിപ്പിക്കുക. കൂടുതലായിട്ട് ദിക്റുകളും സ്വലാത്തുകളും ചൊല്ലിത്തുടങ്ങുക. സൂറത്തുൽ ഹുജറാത്ത് കുഞ്ഞിൻ്റെ പരിപൂർണതയ്ക്കും സുരക്ഷയ്ക്കും കാവലിനും ഉത്തമമായ ഒരു സൂറത്താണ് സൂറത്തുൽ ഹുജറാത്ത്. സൂറത്തു താരിഖ്, ഈ ഒരു സൂറത്ത് കുഞ്ഞിന് നല്ല ഓർമ്മശക്തിയും ബുദ്ധിയും ലഭിക്കാൻ ഇത് പതിവാക്കുക. സൂറത്തു യൂസഫ്, കുഞ്ഞു നല്ല ഭംഗിയുള്ളതാവാൻ ഇത് നിത്യവും പതിവാക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇത് കേൾക്കുന്ന എല്ലാ ഗർഭിണിമാർക്കും ഹൈറായ രീതിയിൽ സുഖപ്രസവം പടച്ച റബ്ബ് കൊടുക്കട്ടെ. മറ്റുള്ളവർക്ക് ഇതറിയാത്ത ഒരുപാട് പേരുണ്ട്. അവർക്ക് നിങ്ങൾ കേട്ടത് ഷെയർ ചെയ്ത് കൊടുക്കുക, കമൻറ്റ് ചെയ്യുക. ഹൈറായ രീതിയിൽ അള്ളാഹുവിനെ തവക്കുൽ ചെയ്ത് മുന്നോട്ട് പോവുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.